എന്തുണ്ട് വിശേഷം? പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. മലയാളികളെ സംബന്ധിച്ച് നമ്മൾ പേരറിയാത്തവരെല്ലാം മിക്കവാറും എല്ലാവരും ഏട്ട, അല്ലെങ്കിൽ അനിയ, അല്ലെങ്കിൽ മാഷ എന്നൊക്കെ പറഞ്ഞ പല ചില പേര് വിളിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഔദ്യോഗികമായിട്ട് ഏട്ടൻ സ്ഥാനമുള്ള രണ്ടുപേരെ മലയാളത്തിലുള്ളൂ. അത് ഒന്ന് ലാലേട്ടനും ഒന്ന് ക്രിക്കറ്റ് പ്രേമികൾക്ക് സഞ്ജു സാംസൺ. സഞ്ജുവിനെ സംബന്ധിച്ച് എല്ലാവരെയും ഏട്ടാന്നാണ് വിളിക്കുന്നത്. അത് ലോകമെമ്പാടുമുള്ള ക്രിക്കറ്റ് പ്രേമികൾക്കെല്ലാം വലിയ ഇഷ്ടമാണ്. പേരറിയാൻ വയ്യാത്തവരെ ഏട്ടാന്ന് വിളിച്ച് ക്രിക്കറ്റിലെ ഏട്ടനായിട്ട് സഞ്ജു മാറുന്നത് നമ്മൾ കണ്ടു. ലോകമെമ്പാടുമുള്ള ക്രിക്കറ്റ് പ്രേമികൾക്കെല്ലാം സഞ്ജു ഏട്ടനാണ്. അതുപോലെ തന്നെ ലാലേട്ടൻ മലയാളി പ്രേക്ഷകരെ സംബന്ധിച്ചും മലയാളികളെ സംബന്ധിച്ചും ഏട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുഖം തന്നെ ഉയരും, അതിന് മോഹൻലാലിൻ്റെയാണ്. ലാലേട്ടൻ എന്ന് എനിക്കൊന്ന് പ്രായം കൂടിയവരും പ്രായം കുറഞ്ഞവരും കൊച്ചുകുട്ടികളും എല്ലാം ഒരേപോലെ വിളിക്കുന്ന ആ സ്നേഹത്തിൽ പൊതിഞ്ഞൊരു വിളിയുണ്ട്, ലാലേട്ട. അതാണ് ഔദ്യോഗികമായിട്ട് കേരളം അംഗീകരിച്ചിരിക്കുന്ന ഏട്ടൻ. ഇവർ രണ്ടുപേരും കൂടെ ഒന്നിച്ച് ഒരു ഫ്രെയിമിൽ വന്നാലോ വളരെ രസകരമായിരിക്കും അല്ലേ? അതെ, KCLൻ്റെ കേരള ക്രിക്കറ്റ് ലീഗിൻ്റെ ലോഗോവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോയിലാണ് ഇവർ രണ്ടുപേരും ഒന്നിച്ചിരിക്കുന്നത്. വളരെ രസകരമായൊരു വീഡിയോ. ലാലേട്ടൻ അത് ഷെയർ ചെയ്യുകയൊക്കെ ചെയ്തു, പെട്ടെന്ന് വൈറലാവുകയും ചെയ്തു. ലാലേട്ടൻ്റെ മിക്കവാറും വീഡിയോകളെല്ലാം വൈറലാവും. അതിനോടൊപ്പം ക്രിക്കറ്റ് പ്രേമികളുടെ ഹരമായ സഞ്ജുവും കൂടെ ഉണ്ടെങ്കിലോ പിന്നെ പറയാനില്ല. രണ്ട് ഏട്ടന്മാരും ഒന്നിച്ചപ്പം വളരെ രസകരമായ ചില മുഹൂർത്തങ്ങൾ ഈ വീഡിയോയിലൂടെ കാണാൻ പറ്റും. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം, ബാക്കി കാര്യങ്ങൾ പിന്നെ. ഹലോ, 1:30 മണിക്ക് വിടാന്ന് പറഞ്ഞാ മണി 2 കഴിഞ്ഞു സർ. കഴിഞ്ഞു. എന്ത് കഴിഞ്ഞു? ആ പറ ചാരു. ഓ ശരി. ശരി ഞാൻ ഒരു 5 മിനിറ്റ്. ഓ ശരി വണ്ടി വിട. എങ്ങോട്ടാ ചേട്ടാ? ഓഗസ്റ്റ് 20 ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലേക്കല്ലോടാ എല്ലാവരും പോവാ. ശരി ചേട്ടാ, പോവാം. ഈ ചേട്ടാ ചേട്ടൻ ക്രിക്കറ്റും കളിക്കുമോ? ഈ സെലിബ്രിറ്റി ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ ആരായിരുന്നു? ഈ സഞ്ജുവിനെയൊക്കെ അറിയോന്നോ? ഞാൻ പറഞ്ഞിട്ടല്ലേ രാജസ്ഥാൻ ടീമിൽ നിന്ന് അയാളെ ചെന്നൈയിലോട്ട് കൊണ്ടുവന്നു. ഭയങ്കരം. ചേട്ടൻ അപ്പൊ എങ്ങനെയാ, പോയല്ലേ ചേട്ടാ? വണ്ടി ഇവിടെ മോനെ, ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലോട്ട്. ഫെഡറൽ ബാങ്ക് KCL T20 ആവേശ ക്രിക്കറ്റ് തിരുവനന്തപുരം. രസകരമായ കുറച്ച് മുഹൂർത്തങ്ങൾ പറയുന്നുണ്ടല്ലേ. എനിക്ക് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട് ലാലേട്ടൻ്റെ ഒരു മാനറിസങ്ങളെല്ലാം കൃത്യമായിട്ട് ഇതിനകത്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ലാലേട്ടൻ പറയുന്നുണ്ട് സ്വന്തമായി ട്രോളുന്നൊരു കാര്യമുണ്ട്. പിന്നെ CCL ക്രിക്കറ്റ് ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്നു ഞാൻ, അയ്യോ പൊന്നെ ഓർമ്മിപ്പിക്കല്ലേ എന്ന് പറയുന്ന ലാലേട്ടൻ്റെ ആ ആത്മകഥമൊക്കെ ഉണ്ടല്ലോ, വളരെ കണ്ണിങ് ആയിരുന്നു, വളരെ രസകരമായിരുന്നു. അന്നേരം നമുക്ക് ആ ക്രിക്കറ്റ് ലീഗുമൊക്കെ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു. അതുപോലെ തന്നെ പുളിവടി എന്ന് കേൾക്കുമ്പോൾ രാജസ്ഥാൻ റോയൽസിൽ നിന്ന് ചെന്നൈയിലേക്ക് ആര് പറഞ്ഞിട്ടാ സഞ്ജു പോയത്? അത് ഞാൻ പറഞ്ഞിട്ടാ എന്ന് പറയുന്ന ലാലേട്ടൻ്റെ ഡയലോഗ്, അത് എനിക്ക് തോന്നുന്നു മലയാളിയെ സംബന്ധിച്ച് ഒരു സ്വയം പൊങ്ങച്ചക്കാരാണ്. ആ പൊങ്ങച്ചം എടുത്തു കാണിക്കാനും ഈ വീഡിയോയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. വളരെ രസകരമായ വീഡിയോ. എനിക്ക് തോന്നുന്നു ടൈം മൊത്തം ഇത് ഒരു ഊറച്ചിരിയോട് മാത്രമേ കണ്ടിരിക്കാൻ പറ്റത്തുള്ളൂ. ഇത് ഇഷ്ടപ്പെട്ടവർ കമൻറ്റ് ചെയ്യണം. അപ്പം ഈ വീഡിയോ പെട്ടെന്ന് വൈറലാകുകയും ചെയ്യുന്നു. ഞാൻ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്കെല്ലാം പെട്ടെന്ന് ഇഷ്ടപ്പെടും. കാരണം അവർക്ക് പെട്ടെന്ന് കണക്റ്റ് ആവുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ട്രോളിയും അല്പം ചിരിക്കാനും പിന്നെ ക്രിക്കറ്റ് ലീഗുമായിട്ട് ബന്ധപ്പെട്ട ക്രിക്കറ്റ് ലീഗുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ലോകത്തെമ്പാടുമുള്ള ക്രിക്കറ്റ് പ്രേമികൾക്ക് പങ്കുവെക്കാൻ ഈ മലയാളികളെ സംബന്ധിച്ച് ഇവർ രണ്ടുപേരല്ലാതെ വേറെ ആരും ആപ്റ്റായിട്ടുള്ളവരില്ലല്ലേ. മലയാളികൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന രണ്ടുപേർ, അവർ ക്യാമറയ്ക്കകത്ത് മുന്നിൽ വന്നപ്പം എന്താ ഭംഗിയല്ലേ, എന്താ രസം. അവർ തമ്മിലുള്ള ബോണ്ടും കെമിസ്ട്രിയൊക്കെ വളരെയധികം നന്നായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പ്രേക്ഷകർ പെട്ടെന്ന് അത് ഏറ്റെടുക്കാനും പറ്റിയത്. ഇഷ്ടപ്പെട്ടവർ
കണ്ടവർ കമൻറ്റ് ചെയ്യുക. അപ്പം നിങ്ങളുടെ കമൻറ്റും സപ്പോർട്ടും ഒക്കെയാണ് നമുക്കൊരു ഊർജ്ജം. അപ്പം വരും മണിക്കൂറിൽ വീണ്ടും പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും ഞാൻ എത്തും വരെ ഓക്കെ ബൈ.